യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ഒന്ന് വായിക്കേണ്ട വാക്യമല്ല, ഞാനങ്ങ് പറഞ്ഞു കേൾപ്പിക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്താണ് എന്നേക്കും എന്ന് പറഞ്ഞാൽ? എന്തുവാ എന്നേക്കും? ഇന്ന് മാത്രമല്ല, നിന്റെ സന്തതിയുടെ കാലത്തും നിന്റെ മേൽ ഇരിക്കാനായിട്ട് ഈ ആത്മാവിനെ തന്നിരിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാടി പറഞ്ഞത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിരിക്കൊണ്ട് നിങ്ങളെ ആരും ഉപദേശിക്കേണ്ട, അഭിഷേകം തന്നെ സകലതും ഉപദേശിക്കും. അപ്പോൾ ഈ ആത്മാവ് നമ്മുടെ മേലിരിക്കുന്നത് കൈയടിക്കാനോ മറുഭാഷ പറയാൻ മാത്രമല്ല, ഈ ആത്മാവ് നമ്മളെ ഉപദേശിക്കും. നീ എടുക്കേണ്ട സ്റ്റെപ്പുകൾ, നീ പോകേണ്ട വഴികൾ ഒക്കെ പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിക്കുക, നിന്റെ വായിൽ പകർന്ന വചനം അത് നിന്റെ സന്തതികളുടെ വായിലും പകരപ്പെടണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ദൈവാത്മാവ് പറയുക, ചില മാതാപിതാക്കൾ ഭാഗ്യമുള്ളവരായി മാറാൻ പോവുകയാണ്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ചില പേരൻസ് ഭാഗ്യമുള്ളവരായി മാറാൻ പോവുക. അതെന്താ ഭാഗ്യം എന്ന് പറയാമോ? നീ പറഞ്ഞ വചനം നിന്റെ കുഞ്ഞുങ്ങൾ പറയും. അവരേതു രാജ്യത്ത് പഠിച്ചാലും അവർ നിന്റെ യേശുവിൻ്റെ വചനം പറയും. അതൊക്കെയാണ് അവരുടെ വായ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുക. എല്ലാ ദുഷ്ട കൂട്ടുകെട്ട്. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പം ധാരാളം പ്രയർ കോളുകൾ വരും. ലൈവിലൂടെ കാണുന്നവരും ഒക്കെ വിളിക്കും, അല്ലാതിരുന്നവരൊക്കെ വിളിക്കുമ്പോൾ ഇന്നലെ ഒരു ദിവസം മാത്രം എന്നോട് വിളിച്ചപ്പോൾ സംസാരിച്ച സ്തോത്രം ഏകദേശം ഒരു 53 പേരുടെ കാര്യം ഞാൻ എൻ്റെ മനസ്സിനകത്ത് സ്വരുക്കുട്ടിക്കൊണ്ടായി പറയുന്നത്. 53 പേര്, 24 ചെറുപ്പക്കാരാ. ആ 24 പേരും പറയുന്നത് ആത്മഹത്യയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ എന്നോട് 11 വയസ്സുള്ളൊരു മോൻ അമ്മ ഏതാണ്ട് പറഞ്ഞപ്പോൾ തൊട്ടുമുറ്റത്തെ മരത്തെ കയറി തോർത്തെ തൂങ്ങി വെന്റിലേറ്ററെ കിടക്കുക. ഇപ്പോൾ 11 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ബാക്കി 53 പേരിൽ ബാക്കി ആൾക്കാരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് ഏറ്റവും വലുത് ഈ ജനറേഷനിലേക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പേരൻസ് വിളിച്ചപ്പോൾ പറഞ്ഞവരുടെ കുഞ്ഞു കൂടെ വെയിൻ കട്ട് ചെയ്യും. 13 പ്രാവശ്യം വെയിൻ കട്ട് ചെയ്തൊരു മോഡ ചരിത്രം എന്നോട് അവരുടെ പേരൻസ് പറഞ്ഞു. എന്തോ ഒരു പൈശാചിക ആസക്തി, തലമുറകളെ ദൈവകൃപ അനുഭവിക്കാൻ പറ്റാത്ത ലെവലിൽ എന്തോ ഒരു ശക്തി ഗൈഡ് ചെയ്യുക. ദൈവാത്മാവ് പറയുക, ഇന്ന് അതിന്മേൽ ഒരു വിജയമുണ്ടാകണം. സന്തതിയെക്കുറിച്ചുള്ള 3 വാക്തത്വങ്ങൾ സഭയെ ഞാൻ പഠിപ്പിക്കാൻ പോവാ. സന്തതിയെക്കുറിച്ചുള്ള 3 വാക്തത്വങ്ങൾ. ഈ വാക്തത്വം പറഞ്ഞു വേണം നിന്റെ സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആത്മാവ് എന്നോടൊരു ദൂതൂടെ പറയുന്നു, നിങ്ങൾ ഭാഗ്യമുള്ളവരായി വരാൻ പോവാ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പറഞ്ഞ വചനം പറയുന്ന ദിവസങ്ങൾ വരിക. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത ബ്രേക്ക് ത്രൂ നിന്റെ സന്തതികളിൽ ഉണ്ടാകാൻ പോവാ. അത് തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ മെസ്സേജ് കേൾക്കുമ്പം അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണാം. മദ്യത്തിന് അഡിക്റ്റായ പിള്ളേർ കാണാം. കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും ഹഷീഷിനും അടിമയായവർ കാണാം. സ്തോത്രം. ഹെയറോയിലിനും ഇഞ്ചക്ഷനും ഒക്കെ അടിമയായവർ കാണാം. ഇതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് പറയാൻ പോകുന്നത് വാക്തത്വമാണ്. അല്പ ദിവസത്തിനുള്ളിൽ നിന്റെ വീടിനകത്ത് ഈ വാക്തത്വങ്ങൾ നിറവേറും. അത് ആത്മാവിൽ കാണുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഈ ജനറേഷനെ തകർക്കുവാൻ ദൈവത്തിന് സ്തോത്രം പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ജനറേഷനെ പണിയാൻ ഹോളി സ്പിരിറ്റ് പ്ലാൻ ചെയ്യുക. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? 3 വാക്തത്വങ്ങൾ ബൈബിൾ തുറക്കാം. നിന്റെ സന്തതി മേൽ വെളിപ്പെടുന്ന 3 വാക്തത്വങ്ങൾ. ഒന്നാമത്തെ വാക്തത്വം യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 13-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 13-ാം വാക്യം. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടു. മതി. ഒന്നാമത്തെ വാക്തത്വം, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടുവാൻ പോകുക. 112-ാം സങ്കീർത്തനം 2-ാം വാക്യം, 2-ാമത്തെ വാക്തത്വം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. 2-ാമത്തെ വാക്തത്വം, നിന്റെ സന്തതി തകർന്നു പോകാൻ പോകുമല്ല, ഭൂമിയിൽ ബലപ്പെട്ടിരിക്കാൻ പോവുക. 3-ാമത്തെ വാക്തത്വം യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 12-ാം വാക്യം. ഈ 3 വാക്യത്തെ ആധാരമാക്കി ശുശ്രൂഷിക്കാൻ പോകുക.
ദൈവത്തിന് സ്തോത്രം. 58 അധ്യായം 12 വാക്യം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. മതി. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. 3 വാക്യങ്ങൾ വാക്തത്വമായി ഞാൻ വായിച്ചു. ഒന്നാമത്തെ വചനം, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടും. 2, നിന്റെ മക്കൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സ്വർഗത്തിലല്ല, ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. 3-ാമത്തെ വാക്തത്വമാണ് നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. അങ്ങനെയെങ്കിൽ ഈ 3 ദൂത് ഞാൻ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ഒന്നാമത്തെ സന്ദേശം, നിന്റെ സന്തതി യഹോവയാൽ ഉപദേശിക്കപ്പെടും. ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ജനറേഷൻ യഹോവയാൽ ഉപദേശിക്കപ്പെടണമെന്ന് പ്രവചനത്തിൽ എഴുതി വെക്കാൻ കാരണം? വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കാൻ വരുന്ന നിന്റെ കുഞ്ഞുങ്ങളെ യഹോവ ഉപദേശിക്കണോ? പറയാം. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തിൽ നിന്ന് മറിക്കുന്ന പല ശക്തികൾ ബൈബിളിലുണ്ട്. ഇതിനകത്ത് 3 ശക്തികളെ ഞാൻ വെളിപ്പെടുത്താൻ പോവാം. ഇതിൽ ചില അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇങ്ങനൊരു പോരാട്ടം എൻ്റെ കുഞ്ഞിനോടുമുണ്ട്. അങ്ങനെ തോന്നിയാൽ ആ ദൂതിന് സ്തോത്രം പറഞ്ഞോണം, ആ നുകം പൊടിക്കാൻ ദൈവത്തിന് കഴിയും. എവിടൊക്കെയോ സന്തതികളുടെ മേൽ കൃപയോ വെളിപ്പെടാതെ വണ്ണം തടയുന്ന ശക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടും. ചില വീടുകൾക്കകത്ത് ദൈവദൂതന്മാർ ഇറങ്ങാൻ പോവുക. ചില കൂടാരങ്ങൾക്കകത്ത് തിരുവചനത്തിൻ്റെ ആത്മീയുടെ വാള് ഇറങ്ങി ചില ദുഷ്ടശക്തികളെ മുറിച്ചു മാറ്റാൻ പോവുക. അത് ആത്മാവിൽ കാണുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം. മക്കളെ യഹോവ ഉപദേശിക്കേണ്ട ആവശ്യകത എവിടെയാണ് വരുന്നത്?